ഉത്തരാഖണ്ഡിലേക്കാണ്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴ ഉത്തരാഖണ്ഡിലെ ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിട്ടുണ്ട്. ഉത്തരകാശി ഗംഗോത്രി ദേശീയപാതയിൽ സൈന്യവും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനും നടത്തുന്ന ബെയിലി പാല നിർമ്മാണം മഴ കാരണം വൈകുന്നു. ഉത്തരകാശി ഗംഗോത്രി ദേശീയപാതയിൽ 9 ഇടങ്ങളിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഹെലികോപ്റ്റർ മാർഗം ധരാലിയിലും ഹർസിലും കുടുങ്ങിക്കിടന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രദേശത്ത് നിന്ന് എസ് നന്ദഗോപനാണ് നമുക്കൊപ്പം ചേരുന്നത്. നന്ദൻ, ഇന്ന് രാവിലെ നമ്മൾ സംസാരിച്ചിരുന്നു. ആ സമയത്ത് നന്ദൻ സൂചിപ്പിച്ചിരുന്നു നിമിഷങ്ങളുടെ ഒരു വ്യത്യാസത്തിലാണ് അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് എന്താണ്. നിലവിലെ അവിടുത്തെ സ്ഥിതി എന്താണ്? രാഖി, ഇന്നലെ പകൽ സമയങ്ങളിൽ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അതേസമയം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടായപ്പോഴത്തേന് ശക്തമായ മഴ പെയ്തു. ഇതേ തുടർന്ന് 9 ഇടങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ഇവിടെ പ്രധാനമായും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇപ്പോഴും ഈ ഗംഗോത്രി അതേപോലെ തന്നെ ഉത്തരകാശിയിലേക്കുള്ള ദേശീയപാത ദേശീയപാത ഇതുവരെയായിട്ടും പൂർണ്ണമായും തുറന്നു കൊടുക്കാനായിട്ടില്ല. പ്രത്യേകിച്ച് ഓരോ സ്ഥലങ്ങളിലും മണ്ണ് മാറ്റി വരുമ്പോൾ അടുത്ത സ്ഥലങ്ങളിൽ മണ്ണിടിയുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ബെയിലി പാല നിർമ്മാണം വളരെ വൈകിക്കൊണ്ടിരിക്കുന്നു. അതിശക്തമായ മഴയാണ് ഇതിനൊക്കെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സൈന്യത്തിൻ്റെ നേതൃത്വത്തിലും അതേപോലെ തന്നെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിലും ഇവർ സംയുക്തമായാണ് ഈ ബെയിലി പാല നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതേസമയം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ ബെയിലി പാല നിർമ്മാണം പൂർത്തിയായി. അതുവഴി ഗതാഗത യോഗ്യമാക്കേണ്ടതായിരുന്നു. എന്നാൽ ഇന്നലെ വൈകുന്നേരം അതിശക്തമായ മഴയാണ് പെയ്തത്. അത് കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചില്ല. ഇന്നിപ്പോൾ വീണ്ടും തെളിഞ്ഞ കാലാവസ്ഥ വന്നപ്പോൾ വീണ്ടും നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ അന്തരീക്ഷം ഇന്നിപ്പോൾ വൈകുന്നേരം വരെ നിൽക്കുമെങ്കിൽ വൈകുന്നേരത്തോടുകൂടി ആ ബെയിലി പാലം തുറന്നു നൽകാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. അതേസമയം ബെയിലി പാലം തുറന്നാൽ തന്നെയും പിന്നെ ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ അപ്പുറത്തേക്ക് വീണ്ടും റോഡ് വലിയ രീതിയിൽ ഏതാണ്ട് 3 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ തകർന്നു കിടക്കുന്ന അവസ്ഥയാണ്. പൂർണ്ണമായും പുഴയെടുത്തിരിക്കുന്ന അവസ്ഥയാണ്. പുഴ റോഡിന് മുകളിലൂടെ ഒഴുകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും ശരിപ്പെടുത്താതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. കാൽനടയായി ഒരുപക്ഷെ വെള്ളം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് അക്കരെ കടക്കാൻ കഴിയും, അല്ലാതെ വാഹനത്തിന് അവിടേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ യന്ത്രങ്ങളും മറ്റും ഈ ധരാസിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതപ്പെടുത്തുവാൻ വേണ്ടി കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഈ പ്രദേശത്തേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. അത് റോഡ് മാർഗം മാത്രമാണ് അത് സാധ്യമാകുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടേക്ക് കൂടുതൽ മണ്ണുമാന്തി യന്ത്രമോ അല്ലെങ്കിൽ കൂടുതൽ ഉപകരണങ്ങളോ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാണ് എന്ന് വിലയിരുത്താൻ കഴിയിട്ടില്ല. അതേസമയം കുടുങ്ങിക്കിടന്ന മുഴുവൻ ആൾക്കാരെയും ഇതിനോടകം തന്നെ എയർലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവരെ ഈ ഉത്തരകാശിയിലേക്കും അതേപോലെ തന്നെ ഡെറാഡൂണിലേക്കുമാണ് അവരെ പൂർണ്ണമായും മാറ്റിയിരിക്കുന്നത്. ഏതാണ്ട് 1000-ലധികം ആൾക്കാരെ ഇതിനോടകം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി എന്നുള്ളതാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഈ മേഖലയിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു നേട്ടമാണ്. പ്രത്യേകിച്ച് ഈ സോളാർ പവറാണ് അവിടെ കൂടുതൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടും ഇവിടെ വൈദ്യുതി നൽകി വരുന്നു. അല്ലാതെ വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ മൊബൈൽ കണക്ടിവിറ്റി പൂർണ്ണമായും അവിടെ പുനഃസ്ഥാപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വൈദ്യുതി എത്തിയതോടുകൂടി തന്നെ ഇപ്പോൾ രാത്രിയിലും രക്ഷാപ്രവർത്തനം നടത്താമെന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ ഈ മഴ അതിനൊരു തടസ്സമായി നിൽക്കുകയാണ്. NDRFൻ്റെ സംഘം അവിടെ വിദഗ്ധ പരിശോധനയ്ക്കുണ്ട്. ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് ഉണ്ട്. സൈന്യത്തിൻ്റെ രജ്പുത്ര റൈഫിൾസിൻ്റെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. SDRFൻ്റെ ടീമും ഫയർഫോഴ്സും ഇങ്ങനെ 4 സേനാ വിഭാഗങ്ങൾ സംയുക്തമായി ചേർന്നുള്ള ഒരു ഓപ്പറേഷനാണ് ഈ ധരാലിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിനടിയിൽ ഉള്ളവരെ ഇനിയും, അല്ലെങ്കിൽ മണ്ണിനടിയിൽ ഉണ്ടായിരിക്കുന്ന മൃതദേഹങ്ങൾ കാണാതെ പോയ ആൾക്കാർ, നിലവിൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 50 പേരെയാണ് കാണാതായിട്ടുള്ളത്. ഇവരെ ഇനി കണ്ടെത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. 3 നില കെട്ടിടത്തിൻ്റെ പൊക്കത്തോളമൊക്കെ തന്നെ ചെളി നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അത്രയും ഡെപ്തിലേക്ക് കുഴിച്ച് ഒരു മൃതദേഹം കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാകും. ഏതായാലും ഈ പ്രദേശത്ത്, ഈ ധരാലിയിൽ മേഖലയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ ക്യാബിനറ്റ് യോഗം കൂടി ആ പ്രദേശത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവിടെ പ്രത്യേക മുഖ്യമന്ത്രിയുടെ ഒരു ക്യാമ്പ് സൈറ്റും ഓപ്പൺ ചെയ്ത് അങ്ങനെ ദ്രുതഗതിയിലുള്ള, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ചെളി മൂടുന്നതും അതേപോലെ തന്നെ ഈ രാത്രികാലങ്ങളിൽ പെയ്യുന്ന മഴ അവിടെ വീണ്ടും ചെളി വരുവാനും വെള്ളക്കെട്ട് രൂപപ്പെടുവാനുമുള്ള അത്തരമൊരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇത് പിന്നെയും അടുത്ത ദിവസം രാവിലെ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് ഇറങ്ങി സെർച്ച് ഓപ്പറേഷൻ നടത്തുന്നതിന് വലിയ തിരിച്ചടിയാകുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഡോഗ് സ്ക്വാഡ് ഉണ്ട്. ഡോഗ് സ്ക്വാഡ് ഇതിനോടകം തന്നെ ഒരു മൃതദേഹം കണ്ടെത്താൻ സാധിച്ചു.